അപ്പോൾ ഇന്ന് ഞാൻ ഓക്ലൻഡിൽ അവിടെ അടുത്ത് തന്നെയുള്ള ഓക്ലൻഡ് സിറ്റിയുടെ അടുത്ത് തന്നെയുള്ളൊരു 10 കിലോമീറ്ററിനുള്ളിലുള്ളൊരു ഫാമിൽ വന്നതാണ്. ഈ ഫാമിൻ്റെ പേര് ആംബുറി ഫാം എന്നാണ്. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 8 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും ഫ്രീ എൻട്രിയാണ്. നമുക്കിവിടെ ഫ്രീ ആയിട്ട് നമുക്ക് നടന്നതിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ആനിമൽസിൻ്റെ കൂട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഹോഴ്സ് ഉണ്ട്, ഡക്സ് ഉണ്ട്, ഗോഡ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഇതാണ് നമ്മുടെ ഈ ഫാമിൻ്റെ മെയിൻ എൻട്രൻസിലുള്ളൊരു ഓഫീസ് പോലുള്ള സംഭവം. ഇവിടെ നമുക്ക് കുറച്ച് ടൂർ ബുക്കിങ്സും ഇവിടെ സ്റ്റേ ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേക്കൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ക്യാമ്പിങ് ചെയ്യുന്നതിനൊക്കെ ഇവിടെ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് വണ്ടി പാർക്കിങ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അധികം വണ്ടി ഇടാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം വണ്ടി ഇടാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഗ്രില്ലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അത് ഇവിടെ 2-3 സ്ഥലത്ത് അത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഗ്രില്ലിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഇവിടെ ബാർബിക്യൂൻ്റെ ഒരു സ്റ്റേഷനാണ്. കീപ് ക്ലീൻ ആക്കിയിടണം. രണ്ട് താറാവ് ഉറങ്ങുന്നതില്ലേ? ഇത് കണ്ടോ, 2 താറാവ് ഉറങ്ങുന്നത്. നമ്മൾ വന്നപ്പോൾ എണീറ്റ്. അപ്പം ഞാൻ ഗേറ്റിൻ്റെ അകത്ത് കയറി. ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നല്ല വിശാലമായി കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിനകത്താണ് ഇവരുടെ ഫാം വരുന്നത്. അപ്പോൾ ഇവിടെ ഫെൻസ് വെച്ച് തിരിച്ചിട്ടുണ്ട് പല അപ്പോൾ ഇവിടെ ആദ്യം നമുക്കൊരു ഹോഴ്സിനെ 2 വലിയ ഞാൻ അടുത്തൂടെ പോയായിരുന്നു. നല്ല വലിപ്പമുള്ള ഹോഴ്സ് 2 എണ്ണം ഉണ്ട്. അപ്പോൾ അവരതിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ മാറ്റാനാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ അവിടെ ആടുകൾ മേയുന്നുണ്ട്. അങ്ങോട്ട് അപ്പുറത്തെ സൈഡിൽ പശുവൊക്കെ മേയുന്നുണ്ട്. 2 ഹോഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. ഭയങ്കര സൈസാണ്, ശരിക്കും നല്ല സൈസാണ്. ഒരാൾ നിന്നാൽ തന്നെ ഒന്നുമില്ല. അതിൻ്റെ അടുത്ത് വലിയ വണ്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് കുതിരയാണ്. വലിയ വണ്ടിയൊക്കെ സാധനങ്ങൾ കയറ്റിയിട്ട് അത് വലിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പാണ്. അതാണ് ഇതിൻ്റെ ഈ സൈസ് ഇത്രയും വരുന്നത്. ഇതിൻ്റെ കാലൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല ഭയങ്കര രോമമാണ്. ഇപ്പോൾ ഈ കുറേ നേരമായിട്ട് ഇത് ഇവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് അതിനൊരു കവറൊക്കെ ആയിട്ട് മൂടി. പിന്നെ ഇച്ചിരി തണുപ്പ് കൂടി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അതിനെ തൊടണോ അതിനെ? പുല്ല് നീ കൊടുക്കണ്ട, ഇഷ്ടം. കുതിരക്ക് കൊമ്പുണ്ട്. എങ്ങനെയുണ്ട് തൊട്ടിട്ട്? ഇതിലെ 2 വെറൈറ്റി കോഴികൾ നടന്നു പോകുന്നുണ്ട്. 3 എണ്ണം ഉണ്ട് മൊത്തം. ഫ്രണ്ടിലും 2 എണ്ണം നടക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ കാണുന്ന കോഴിയേക്കാളും ഇച്ചിരി സൈസൊക്കെ ഉള്ള ടൈപ്പ് കോഴിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് ഇവിടുത്തെ ആനിമൽസിനൊക്കെയുള്ള ഫീഡ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ തീറ്റിയൊക്കെ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പേര്. ആംബുറി എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. കയറാൻ പറ്റുമോ ഇതിനകത്തോട്ട്? ഇല്ല, ലോക്ക് ചെയ്തേക്കുക. ഒന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ. അപ്പം പിന്നെ നമുക്ക് വേറെ നമുക്കിനി മയിലിനെ കാണാം. നമുക്ക് 2 മയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല സൂപ്പർ മയിലാണ്. നമ്മളിപ്പോൾ വേറൊരു എൻട്രൻസിലൂടെ കയറിയതാണ്. നീണ്ടൊരു മയിൽ നിൽക്കുന്നു. നല്ല രസമുള്ള മയിലാണ്. ഇത്ര അടുത്തുനിന്ന് മയിലിനെ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. നല്ല രസമുണ്ട് കാണാൻ. അന്ന് അടുത്തെത്തിയപ്പോൾ ഈ മയിൽ ചാടി ഈ ഫെൻസിന്റെ മണ്ടേ കയറിയിട്ട് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. പേടിയൊന്നുമില്ല, അത് ഫ്രീ ആയിട്ടാണ് പുള്ളിക്കാരൻ നടപ്പൊക്കെ. നമ്മൾ ഇങ്ങനെ അകത്ത് കയറിയപ്പോൾ ശരിക്കും ഇവിടെ ഇഷ്ടംപോലെ കോഴികളുണ്ട്. നമ്മൾ കയറിയ സൈഡിൽ പക്ഷേ കുറവാണ്. ഇവിടെ പക്ഷേ ധാരാളം കോഴികൾ. ഇതിൻ്റെ കൂടൊക്കെ ഇവിടുത്തെ ഫാം ടൈപ്പ് കൂടുകളൊക്കെയാണ് കോഴിയുടെ. ഇതെന്താ സംഭവം? ഞാൻ ഫസ്റ്റ് ടൈം കാണുമോ? ഇതിൻ്റെ കഴുത്തൊക്കെ നോക്ക്. ഗിനിക്കോഴിയാണോ ഇത്? എന്തുവാണോ? ചിറകൊക്കെ നോക്കാം. അതിൻ്റെ
ഇഷ്ടമായി ഇവിടെ വന്നത്? ഞാനൊക്കെ അങ്ങനൊക്കല്ലേ. ഇതിന്റെ പേരെന്തുവാ? ഈ സെയിം കോഴിയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പെറ്റ് ഷോപ്പില്. നല്ല ഇത് രോമൊക്കെ ആയിട്ട്. പേരൊന്നും അറിയത്തില്ല, പക്ഷെ നല്ല രസമാണ് ഇതിനെ കാണാൻ. അത് കേറിപ്പോയി. ഇവിടെ കുറെ പേര് കേറിയിരിപ്പുണ്ട്. ഇതിന്റെ കൂടാന്ന് തോന്നുന്നു കേട്ടോ. സെയിം മറ്റേ കുറെ രോമമുള്ള കോഴിയുടെ വേറൊരു ടൈപ്പ് ഇച്ചിരി വലുതും ഒക്കെ താഴെ ഇരിപ്പുണ്ട്. ഇവിടെ കുറെ കോഴികൾ വേറെ ഉണ്ട്. ഇത് ശരിക്കും കോഴിയൊക്കെ വേണ്ടിയുള്ള മാത്രമുള്ള ഒരു ഏരിയയാണ്. പോയ ആള് നേരെ തിരിച്ചിറങ്ങി വേണ്ടി വരുന്നു. നല്ല രസമുണ്ട് ഇത്. ശരിക്കും ഇതിന്റെ പേര് സിൽക്കി എന്നാണ്. സിൽക്കി ഈ ഒരു ടൈപ്പ് കോഴിയൊക്കെ പറയുന്നത് സിൽക്കി എന്നാണ്. നമ്മളെ പന്നിയുടെ അടുത്തെത്തി കേട്ടോ. പക്ഷെ ഇത് മുക്കറയൊക്കെ ഇടുന്നുണ്ട് സംഭവം. ഇതിന്റെ ലുക്ക് നോക്ക്, ഫുള്ള് രോമമൊക്കെ ആയിട്ടല്ലേ. മുഖത്ത് മൊത്തം രോമം നിൽക്കുവാണ് സംഭവത്തിന്. ഇപ്പൊ ഇവിടെ രണ്ടെണ്ണം, അതിന്റെ അപ്പുറത്ത് ഫെൻസിന്റെ അപ്പുറത്ത് വേറെ കുറെ രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല നാറ്റം ഉണ്ടല്ലേ. മൂക്ക് കുത്തിയിട്ടുണ്ടല്ലേ. അതെന്താ മൂക്കല്ല ഇങ്ങനെ ഇത്? താറാവും ശരിക്കും ഇത് ഇവിടുത്തെ വൈൽഡ് ഡക്സ് ആണ്. വൈൽഡ് ഡക്സും അതിൻ്റെ കുഞ്ഞുങ്ങളും രണ്ടെണ്ണം 3-4 ഇതിലേ നടപ്പുണ്ട്. 2 അവിടെ, മൊത്തം ഒരു 6 ഉണ്ട്. ഇത് ശരിക്കും ഇവിടെ നോ എൻട്രി ആണ്. അപ്പുറത്ത് ഇവരുടെ ഫാംസിൻ്റെ വേറെ ബാക്കിയുള്ള ഏരിയകളാണ്. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നോ എൻട്രി ആണ്. എന്താ പറ്റി പ്രശ്നം എന്താ പറ? വയ്യേ നടക്കാൻ വയ്യേ? എന്തുവാടാ നിനക്ക്? എന്താ വേണ്ടേ? അടി എവിടെ അടി? എന്താടാ എന്തോ നിനക്ക് വേണ്ടേ? പോവാണോ? പിന്നെ ഞങ്ങള് പോവാണേ. നീ ഇവിടെ ഇരിക്കുവാണോ? ഓക്കെ ബൈ. നീ പിന്നെന്താ അവിടെ ഇങ്ങനെ നിക്കുന്നത്? ബാ. പിന്നെ കേറായിക്കല്ലോ, അതിനുള്ളിൽ കേറാം. കം ഇൻ ആൻഡ് സേ ഹായ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ടൈപ്പ് ആട് 2 എണ്ണത്തെ കണ്ടിട്ടുണ്ട് നമ്മള്. പിന്നെ ഇവിടോട്ട് വരുമ്പോൾ ഇവിടുത്തെ ചെമ്മരി ആടുകൾ 2-3 എണ്ണം. അസാധ്യ സൈസുള്ള ആടാണ്. നല്ല സൈസൊക്കെ ഉള്ള ആടാണ്. നമ്മുടെ നാട്ടിലെ ശരി ഉള്ള മുട്ടനാട് തന്നെ കേട്ടോ. സെയിം. ഇച്ചിരി കുറച്ച് രോമം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. തൊട്ട് നോക്കിയേ, നല്ല രസമുണ്ട് ശരിക്കും. കമ്പിളിയില്ലേ, നമ്മുടെ കമ്പിളി പോലെ തൊടുന്ന പോലെ തന്നെയുണ്ട്. ഉണ്ടോ? ഇത് ഇനി കട്ട് ചെയ്ത് കളഞ്ഞായിരിക്കും അല്ലേ ബാക്കി. രണ്ടുപേരും റെസ്റ്റ് എടുക്കുവാണ്. ഭയങ്കര ടയേർഡാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പേര്. പ്ലീസ് കം ഇൻ ആൻഡ് സേ ഹായ്, പ്ലീസ് ക്ലോസ് അവർ ഗേറ്റ്, ബി നൈസ് ടു അസ്, റൊണാൾഡോ ആൻഡ് മെസ്സി. അതാണ് റൊണാൾഡോയും മെസ്സി, ഗോഡ്സ്. ഇതാരാ ഇവർക്ക്? പക്ഷെ പേരുകളൊന്നും ഇല്ല. റൊണാൾഡോ അതിന്റെ അമ്മയാന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ പുറകെ പോന്നു. വരുന്നോ? വരുന്നോ? ബാ. ഇതിനെ പക്ഷെ തൊട്ടാലേ ഒരു സോഫ്റ്റ്നെസ് ഒന്നും ഇല്ല. പുറത്ത് ഭയങ്കര ഹാർഡായിട്ടും
അകത്ത് പഞ്ഞിക്കെട്ടാണ്, ഒരു വലിയ പഞ്ഞിക്കെട്ട്. അതുണ്ടോ, എങ്ങനെയുണ്ട്? അവിടെ ഒരാൾ റെസ്റ്റാണ്, ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുവാന്ന് തോന്നുന്നു. റൊണാൾഡോയുടെയും മെസ്സിയുടെയും ഇത് സംഭവം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എവിടെ പോയി ഇതിനകത്തൂടെ? ഇത് ഭയങ്കര കാടാണല്ലോ. നമ്മള് കൈതക്കാടുകളുടെ ഉള്ളിലേക്ക് പോകണം. എന്ത് കൈകാലം മൊത്തം ചാണകമായി. എന്തുവാണ് ചെയ്ത് നീ? എന്ത് അതിനകത്ത് മറ്റേ ഇത് ചെറിയ ചെറിയ ഇതുകളെ കാണാം, ജീവികളെയൊക്കെ, ഇൻസെക്ട്. ചുമ്മാ അത് കേറിയിട്ടൊന്ന് പോയാലോ? ഇതെന്താ സംഭവം? അല്ല, ഇതെന്താ ഈ കെട്ടി തൂക്കിയേക്കുന്നത്? ഒരു ഇൻസെക്റ്റിനെയും കാണുന്നില്ലല്ലോ. ചള്ളയാണോ ഇവിടെ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവിടെ ഉള്ള ഇതിൻ്റെയൊക്കെ പടങ്ങളും കാര്യങ്ങളും. പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ ഒന്നും കാണാനില്ല. ബട്ടർഫ്ലൈസ് ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. പുറത്തിറങ്ങാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫാമിൻ്റെ ഫുള്ള് റൗണ്ട് ഒന്ന് നടക്കാം. അതിന് വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലോങ് വാക്കായിരിക്കും. അതുകൊണ്ട് കുറച്ച് കിഡ്സൊക്കെ ഇറങ്ങിയത് താഴെ. നമ്മൾ വന്നത് ഇവിടെ നിന്നാണ്, ഇതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് എൻ്റർ ചെയ്ത്. ന്യൂസിലൻഡിലെ ഫിഷിംഗ് റെഗുലേഷൻസും ഇതൊക്കെ കാര്യങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ താഴെ ഒരു ലേക്ക് ആയതുകൊണ്ടേ അതാണ് ഇവിടെ നമുക്ക് ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അവരിങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമുക്കിനി എനിക്ക് തോന്നുന്നു ഇതിലെ താഴോട്ട് നടന്നാൽ നമുക്ക് ആ ലേക്ക് സൈഡിലോട്ട് പോകാൻ പറ്റും. ജസ്റ്റ് കുറച്ച് വെറുതെ മുന്നോട്ട് നടന്നു നോക്കുവാണ്. ഇതെന്തോ ഇവിടെ കവറൊക്കെ ചെയ്ത്, ഇതെന്തോ അതില് എല്ലാം അറിയാമോ ഇതെന്തോന്ന്? പല ടൈപ്പ് ചെടികൾ വെച്ചിട്ടുണ്ടോ? മിക്സഡ് ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. അവിടെ നട്ട് പിടിപ്പിച്ചേക്കുക സംഭവങ്ങളൊക്കെ. ഇവിടെ ശരിക്കും ചെറിയൊരു അരുവിയൊക്കെയാണ്. അരുവി ആ ലേക്കിലേക്ക് ചെന്ന് ചേരുന്നു. വന്നപ്പോൾ 2 ഫ്ലെമിംഗോസിനെ കണ്ടേ. ശരിക്കും ഫ്ലെമിംഗോയുടെ ആ ഒരു കാറ്റഗറി വരുന്ന ബേഡാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ല വലിപ്പമൊക്കെ ഉണ്ട്, നീണ്ട കഴുത്തും. 2 എണ്ണം ഉണ്ട് നല്ല. പക്ഷെ ബ്ലാക്ക് കളറാണ്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, ഈ സൈഡിൽ വേറൊരെണ്ണം നിൽപ്പുണ്ട്, കഴുത്തൊക്കെ നീട്ട്. ഇനിയിപ്പം അങ്ങോട്ട് ചതുപ്പാണ്. ശരിക്കും നമുക്ക് നടന്നു പോകാൻ പറ്റിയ തരത്തിലുള്ള ഷൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഇവിടെയൊക്കെ വെള്ളക്കെട്ടും സംഭവങ്ങളും ഒക്കെയാണ്. കുറച്ചുകൂടെ ഉണ്ട് അങ്ങോട്ട്. നമ്മൾ കുറേ ഇങ്ങ് വന്നു കേട്ടോ, നടന്ന്. പക്ഷെ നമുക്ക് നല്ല രസമുണ്ടായി നടക്കുന്നത്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഇവിടെ ബാക്കിലൊന്നും ആരും ഇല്ല. ഈ ഒരു ഏരിയ മാത്രം കാണാം. വിജനമായ ഒരു സ്ഥലം പോലുണ്ട്. ഇവിടെ ഒന്നും ആളുകൾ ഒന്നുമില്ല. ബാക്കിൽ ലേക്കാണ്. ഇവിടെയൊക്കെ കണ്ടൽക്കാടൊക്കെയാണ്. പേടിയുണ്ടോ ഇതിലെ പോവാൻ? നിനക്ക് പേടിയുണ്ടോ? അയ്യോ, അതെന്താ പറന്നു പോയേ? അങ്ങനെ നമ്മൾ ഇതിന്റെ എൻഡ് പോയിന്റിലെത്തി കേട്ടോ. ഇവിടെ പക്ഷെ നല്ല രസമുണ്ട്. ഇവിടുത്തെ കല്ലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചറിയാം, മറ്റേ ലാവ പൊട്ടി വന്ന ആ ഒരു ഫീല് കിട്ടും. കാരണം ഒരുമാതിരി കരി പിടിച്ച ടൈപ്പ് കല്ലുകൾ, ഇങ്ങനെ ഒരു ഷേപ്പൊന്നും ഇല്ലാതെ കുഴികളൊക്കെ ആയിട്ട്. നമ്മൾ നടന്നു വന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇത്രയും ദൂരത്തു നിന്നാണ് നമ്മൾ നടന്നു വന്നത്. തിരിച്ചിനി ഒരു ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടക്കണം വന്ന സ്ഥലത്തെത്താൻ. നല്ല തണുപ്പുണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും നമ്മൾ ഈ ഒരു ഫുള്ള് കുറേ കറങ്ങി ഇതിനകത്തൂടെ. ഇപ്പം നമുക്ക് തിരിച്ചു പോകണം വീട്ടിലോട്ട്. നമ്മളെന്തായാലും പുറത്തിറങ്ങുകയാണ്.